ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 25 ചൊവ്വാഴ്ചയാണ്. ഇപ്പോൾ മോർണിംഗ് 7:30 ആയി. ഞാനിപ്പം നേപ്സറായി ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ മാസം നമ്മൾ വീഡിയോ ചെയ്ത് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ചാനൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. हेलो, जीडी पे खड़ा हो. जीडी सुपर मार्केट है पीछे. अच्छा, पिन नंबर. मैंने हेलमेट लेने के लिए भूल गया. कोई बात नहीं, बहुत नहीं तो हेलमेट नहीं तो चालान भी मिलेगा ना. एक मिनट से आप बैठो. यहीं पे क्या? അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. രാവിലെ തന്നെ 8ന്റെ പണി കിട്ടി. രാവിലെ ഞാൻ ഹെൽമെറ്റ് എടുക്കാതെ ഇറങ്ങിയത്, അത് കാരണം വീടിനടുത്തുനിന്ന് ഫസ്റ്റ് ട്രിപ്പ് എടുത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ആ പയ്യനാണെങ്കിൽ കുറേ നേരം കൊണ്ട് ബുക്ക് ചെയ്യുന്നതാണ്. അവനാണെങ്കിൽ എക്സാം ആയിരുന്നു. ഞാൻ ആദ്യം ഒന്ന് ട്രിപ്പ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് വിട്ടതാണ്, പിന്നെ രണ്ടാമത് ട്രിപ്പ് എടുത്താൽ. എന്നിട്ട് ട്രിപ്പ് എടുക്കാൻ ചെന്നപ്പോൾ ഹെൽമെറ്റും ഇല്ല. അവസാനം പിന്നെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് വീട്ടിൽ പോയി ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വരേണ്ടി വന്നു. അങ്ങനത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 76 രൂപയുടെ ട്രിപ്പായിരുന്നു ഫസ്റ്റ്. നേരെ പോയി പെട്രോൾ അടിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് 9 കിലോമീറ്ററിൻ്റെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, ന്യൂ മോത്തി ബാഗിലേക്ക്. അപ്പം നമ്മൾ സാക്കേത് സെലക്ട് സിറ്റി മാളിൻ്റെ അവിടെയാണുള്ളത്. ഇപ്പോൾ ഇവിടെ സ്കൂളിന് അവധി. ഇവിടുത്തെ സ്കൂളിൻ്റെ അടുത്ത വർഷത്തേക്കുള്ള ക്ലാസ് തുടങ്ങാറായി. അപ്പോൾ അതിൻ്റെ അവധി, അത് കാരണം രാവിലെ റോഡിൽ തിരക്ക് കുറവാണ്. ഹലോ, ആപ്പോ പിന്നെ बैठी എനിക്ക് എവിടെ പോവാ. ഓക്കെ, ठीक. അങ്ങനെ ഇന്നത്തെ സെക്കൻഡ് ട്രിപ്പ് കഴിഞ്ഞു. നമ്മളിപ്പം ന്യൂ മോത്തി ബാഗിലെത്തി. 9.8 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇത് 86 രൂപയാണ് ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത്. 21 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഈ ആഴ്ചയിൽ ഊബറിൽ ഇൻസെൻറ്റീവ് ഉണ്ട്. 200 ട്രിപ്പ് ചെയ്യുവാണെങ്കിൽ 2200 രൂപ വരെ. പക്ഷെ ഇന്നലെ ഞാൻ ഓടിയില്ല, അതുകൊണ്ട് നമുക്ക് 200 ട്രിപ്പ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിലും ഇന്നലെ ഓടിയെന്ന് പറഞ്ഞാലും 200 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം 28 ട്രിപ്പ് ചെയ്യണം. അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇനി ഒരു ദിവസം 20 ട്രിപ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ 1200 രൂപ എടുക്കാം. അങ്ങനെ സമയം 8:45. ഇപ്പോഴൊന്നും ട്രിപ്പൊന്നും വരുന്നില്ല. നമുക്ക് ആർക്കേപുരം സൈഡിലോട്ടൊന്ന് മൂവ് ആവാം. അങ്ങനെ നമ്മൾ അടുത്ത 2 ട്രിപ്പ് കൂടെ എടുത്ത് ആർക്കേപുരത്തെത്തി.
ഇതുവരെ നമ്മൾ ടോട്ടൽ 4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഊബറിൽ. ഇപ്പോൾ നമുക്ക് മുനീർക്കയിൽ നിന്ന് നെക്സ്റ്റ് ട്രിപ്പ് ഷാപ്പൂർ ജാട്ടിന് കിട്ടി. 50 റുപ്പീസിൻ്റെ നെക്സ്റ്റ് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൈക്ക് ടാക്സി വ്ളോഗ് മടുത്ത്. കാരണം എന്നും ഞാൻ ഒരേ റൂട്ടിൽ തന്നെയാണ് ഓടുന്നതുകൊണ്ട് ഒരു പുതുമയില്ല. വ്യത്യസ്തമായ റൂട്ടിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കൊരു പല റൂട്ടിലെ കാഴ്ചകൾ കാണിക്കാം. പക്ഷേ ഇത് ഞാനെന്നും ഒരു റൂട്ടിൽ തന്നെയല്ല പോകുന്നത്. തന്നെയല്ല, ഞാൻ ഈ പാസഞ്ചർ കയറുമ്പോൾ നമ്മളധികം സംസാരിക്കാറില്ല ക്യാമറയെ നോക്കി. കാരണം ഊബറിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഊബറിലൊക്കെ ആണെങ്കിൽ റേറ്റിംഗ് പ്രധാനമാണ്. നെഗറ്റീവ് റിവ്യൂ അധികം വന്നു കഴിഞ്ഞോണ്ടല്ലോ ഊബർ നമ്മുടെ ID ബ്ലോക്ക് ആക്കും. നമ്മൾ ക്യാമറയിൽ സംസാരിക്കുകയാണെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല. അവർ വിചാരിക്കും നമ്മൾ ഫോണിൽ സംസാരിച്ചാൽ വണ്ടി ഓടിക്കുന്നത് വിചാരിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ അടിക്കും. അൺസേഫ് ഡ്രൈവിങ്ങും അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ID തന്നെ ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഡൽഹിയിലെ ഡെയിലി ജീവിതം കാണിക്കാമെന്നോർത്താണ് ഞാൻ ബൈക്ക് ടാക്സി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ലോങ് റൂട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് മുതലാകത്തില്ല. അത് കാരണം ഞാൻ ലോങ് റൂട്ട് പോകാത്തത്. മുതലാകത്തില്ല മീൻസ് റിട്ടേൺ ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്കത് പണിയാവും. ലോങ് ട്രിപ്പ് ബുക്കിങ്ങിനൊക്കെ ഉണ്ടല്ലോ, ചിലർ പൈസ തരാതെ മുങ്ങും. വണ്ടി കൊണ്ട് നിർത്തി കഴിയുമ്പം അവർ പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് പോകും, പിന്നെ വരത്തില്ല. 887779. ഓക്കെ, അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ ഷാപ്പൂർ ജാട്ടിലെത്തി. ഇതൊക്കെ കണ്ടില്ലേ, പഴയ കോട്ടകളാണ്, മൊത്തം കാട് പിടിച്ച് ദ്രവിച്ച് ഇടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്നും മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്നതാണ്, പണ്ടത്തെ കോട്ടകളാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 2.5 മണിക്കൂർ കൊണ്ട് 297 രൂപയ്ക്ക് കൂടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ബൈക്ക് ടാക്സി വ്ളോഗ് മടുത്തു. നമ്മൾ അടുത്ത ആഴ്ച മുതൽ ഡൽഹി വീഡിയോസ് കൂടെ ആഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ ബൈക്ക് ടാക്സി വ്ളോഗിനകത്ത്. അങ്ങനെ സമയം 10:30 3 മണിക്കൂർ കൊണ്ട് 364 രൂപയ്ക്കാണ് നമ്മൾ ഓടിയേക്കുന്നത്. ഇതുവരെ 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ ഗൗതം നഗറിലാണ്. ഗൗതം നഗർ ഇവിടുന്ന് സിരി ഫോർട്ട്, കമലാ നെഹ്റു കോളേജിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ബ്രെയിനി ഇതാണ്. ഓക്കെ,
ഓക്കെ, ഹെൽമെറ്റ്. അങ്ങനെ 27 രൂപയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു. ഇപ്പം നമ്മൾ കമല നെഹ്റു കോളേജിലെത്തി. 23 രൂപയാണ് ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത്. 1/2 കിലോമീറ്ററേ ഉള്ളായിരുന്നു. 1/2 കിലോമീറ്റർ ട്രിപ്പേ ഉള്ളായിരുന്നു. 0.69. അവിടെ നിന്ന് 1 കിലോമീറ്ററാണ് കാണിച്ചത്. 1.1 കിലോമീറ്ററാണ് കാണിച്ചത്. പക്ഷേ ഇതിനകത്ത് 0.69 കാണിക്കുന്നുണ്ട്. 1.1 കിലോമീറ്റർ ഓൾറെഡി ഓടി. ഇടയ്ക്ക് നെറ്റ് പോയി കേട്ടോ, അത് കാരണമാണ് 0.69 കിലോമീറ്റർ കാണിക്കുന്നത്. കറക്റ്റ് നമ്മൾ 1 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 കിലോമീറ്റർ 23 കിട്ടി. അപ്പോൾ അങ്ങനെ 7 ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. 388 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈവനിങ്ങിലോടാം. മോർണിംഗിലെ ട്രിപ്പ് ഇവിടെ അങ്ങോട്ട് നിർത്തുക. ഒരു പേഴ്സണൽ ട്രിപ്പുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് ബാക്കി ഈവനിങ്ങിലോടാം. അങ്ങനെ ഇപ്പോൾ സമയം 9 മണിയായി. ഞാനിന്ന് രാവിലെ 4 മണിക്കൂർ ഓടി. 400 രൂപയ്ക്ക് ഓടി 4 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ. ഇന്ന് വണ്ടി 110 കിലോമീറ്റർ ഓടി. നമുക്ക് 220 രൂപയുടെ പെട്രോളായിട്ടുണ്ട്. 220 രൂപയുടെ പെട്രോൾ പോയിട്ട് നമുക്ക് ബാലൻസ് 547 രൂപയാണ് ഇന്നത്തെ ബാലൻസ്. ചൂടത്ത് ഈ വണ്ടിയുടെ പുറകെ പോകുന്ന എന്ത് പാടാന്നറിയോ. ഇന്ന് ഭയങ്കര ചൂടായിരുന്നു. പകൽ നല്ല ചൂടായിരുന്നു. 35 ഡിഗ്രി ചൂടായിരുന്നു. പക്ഷെങ്കിൽ ഒരു 40 ഡിഗ്രിയുടെ ഫീലിംഗ് ആയിരുന്നു പകൽ. ഇനിയിപ്പോൾ അടുത്ത മാസം കൊണ്ട് 40 മേളിൽ പോകും. 40-45 ആവും. പിന്നെ പകലത്തെ വണ്ടി ഓടിച്ചിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.